ഗൈസ്, അപ്പോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ 3rd ഡേ ആണ് സാന്റോറിനിയില്. അപ്പോ രാവിലെ എഴുന്നേറ്റു ആസ് യൂഷ്വൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, ഞാനതിന്റെ ആ സാധനം മാറ്റിയില്ല. ഓക്കെ, അപ്പൊ ബ്രെഡ് ഉണ്ട്, ജാം, ബട്ടർ ആൻഡ് ഹണി ഇതൊക്കെയാണ്. പിന്നെ ജ്യൂസ് ഉണ്ട്, അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതിന് നമ്മള് ഇവിടെ നിന്ന് നേരെ പെരീസ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഇനി നമ്മുടെ സ്റ്റേ. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് ഫീറയും നമ്മുടെ ഈയും തീർക്കാമെന്നായിരുന്നു. ഫീറാന്നും പറയും. ഓക്കെ, അപ്പൊ ഇത് 2 തീർക്കാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. കാരണം ഇന്നലത്തെ കാറ്റഗറി റൈഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിയേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ അത് ക്യാൻസൽ ആക്കിയല്ലോ. അപ്പൊ അത് ഇന്നത്തേക്ക് വന്നൂലോ. അപ്പൊ പ്ലാനുകളെല്ലാം ചേഞ്ച് ചെയ്തു. നമ്മൾക്ക് വിചാരിച്ച അത്രയും കാണാൻ പറ്റില്ല. ഇൻ ദ സെൻസ് നമ്മള് ഇങ്ങനെ ഓടി നടക്കുന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ അവിടേക്കൊക്കെ പോവായിരുന്നു, കമാരി ബീച്ചിന്റെ അവിടേക്കൊക്കെ പോവായിരുന്നു. ഞങ്ങൾ പോയില്ല. അപ്പോ ഇന്ന് നമ്മള് ഇന്നത്തെ ശരിക്കുള്ള നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കമാരിയും പെറീസും പിന്നെ വേറൊരു ബീച്ച് കൂടി ഉണ്ട്, ഞാൻ പേര് ഞാൻ മറന്നു പോയിട്ട്, അതും കൂടി കവർ ചെയ്യണമെന്നായിരുന്നു. ബട്ട് എനിവേ ഇന്ന് നമ്മൾ പെറീസയിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ നേരെ കാറ്റമറിയൻ റൈഡിന് പോകും. ഇതുവരെ ക്യാൻസൽ ആക്കിയിട്ടില്ല. ഇന്നത്തെ വെതർ നല്ലതാണ് എന്നാണ് പറയുന്നത്. അത് കാറ്റാണ് പറയുന്നത് കേട്ടോ. വെയിലും മഴയൊന്നുമല്ല. മഴയൊന്നും കൂടി ഞാൻ കണ്ടിട്ടില്ല. മഴ രാത്രി പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, എനിക്കറിയില്ല. ഞങ്ങൾ പോകുമ്പോൾ മഴ ഉണ്ടായിട്ടില്ല. ബട്ട് വെയിലും ഇതൊക്കെ ഉണ്ടെങ്കിലും കാറ്റിന്റെ അനുസരിച്ചിട്ടാണ് അവരിത് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഇന്ന് വലിയ കാറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് പെരീസയിലേക്ക് പോകാം. ഓക്കെ, യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മള് ഇവിടെ നിന്നും യാത്രയാവുകയാണ്. അപ്പൊ നമ്മൾക്കിനി പെറീസയിലേക്ക് പോയാലോ? ഒട്ടും നേരം വൈകണ്ട, അതല്ലേ നല്ലത്. കാരണം 12:50 നമ്മൾക്ക് കാറ്റമറൈൻ റൈഡിൽ പോകാനായിട്ടുള്ള ആ ഒരു വണ്ടി വരും. നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അവിടെ വേണം. അപ്പൊ അതിന് മുൻപത്തെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിക്കണം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, ഒട്ടും നേരം വൈകിക്കണ്ട. കമോൺ. നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കമാരി ബീച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കുന്നത് വൈൻയാർഡാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ മുന്തിരിയൊന്നും ഇല്ല. മുന്തിരി ആവണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഓഗസ്റ്റൊക്കെ ആവണം. ഇപ്പോൾ നമ്മൾ കമാരി ബീച്ചിലെത്തിയിട്ടുണ്ട്. നമ്മൾ സാന്റോറിനിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ബീച്ചിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് നമ്മുടെ കമാരി പെറീസ ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇത് ബ്ലാക്ക് സാൻഡ് ബീച്ചുകളാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ കണ്ടോ നല്ല അടിപൊളി കഫേസും പിന്നെ അങ്ങനെ ആ ഒരു കൊടയൊക്കെ ഓലക്കൊടയുടെ ഉള്ളിലൊക്കെ കിടക്കാൻ പറ്റുന്ന ചെയർസും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. പിന്നെ അധികം ആളും തിരക്കും ഒന്നുമില്ലാത്ത ഒരു അടിപൊളി സ്ഥലം. ബീച്ചിലേക്ക് വന്ന ഡ്രസ്സ് നോക്കാൻ പറഞ്ഞിട്ട് അവനെ കളിയാക്കാണ്. ഞാനിപ്പോൾ എൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വന്നേ. കാരണം നമ്മളെല്ലാ സാധനങ്ങളും ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റണമല്ലോ. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാനതെല്ലാം ഇട്ടിട്ട് വന്നത്. അപ്പം അതിനെ കളിയാക്കുന്നതാണ് അവൻ. ഇതൊരു പ്രത്യേകതരം വൈബാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കാണുന്ന ഒരു സാന്റോറിനി അല്ല ഇപ്പറ സൈഡിലെ സാന്റോറിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ചെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ അവിടെ ഉണ്ട്. പാറക്കെട്ടാണ് കേട്ടോ നിറച്ച്. കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞങ്ങൾ ബൈക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ കൊണ്ടുവന്നതാ. ഇനി എൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് കാണണ്ടേ? ഞാൻ ബീച്ചിലേക്ക് വന്നിട്ടുള്ള ഡ്രസ്സ് രസമുണ്ട്. ഞാനൊന്ന് പോയി വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് വരാം. ഇനി കമാരി ബീച്ചിൽ വന്നിട്ട് നമ്മള് വെള്ളത്തിൽ തൊട്ടിട്ടില്ല അത് പറയാൻ പാടില്ലല്ലോ. ഇവിടെ നിറച്ച് പെബിൾസ് ആണ് കേട്ടോ. കണ്ടോ, ഫുള്ള് ബ്ലാക്ക് കളറാണ് ഇവിടെ. എന്തേ അല്ല, നമ്മളെന്തായാലും പെറീസയില് പോകും. ഇത് തന്നെയാണ് പെറീസയിലുള്ളത്. ഞാൻ ജസ്റ്റ് എനിക്ക് കമാരി കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് വന്നു എന്നുള്ളൂ. നമുക്കിപ്പോ പോവാം. നമുക്ക് നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അതിന്റെ മുൻപിൽ ഇങ്ങനത്തെ ചെയറൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ കിടക്കാം. പക്ഷെ കുറച്ച് ശാന്തമാണ് കേട്ടോ ഇവിടെ, അല്ലേ? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കമാരിയും പെറീസയും അടുത്തടുത്തുള്ള ബീച്ചുകളാണ്. വളരെ കുറച്ച് കിലോമീറ്റേഴ്സാണ് നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കുന്നും മലയൊക്കെ ഓടിക്കേറിയിട്ടൊക്കെ വേണം നമ്മൾക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ കുറച്ച് കിലോമീറ്റേഴ്സ് കൂടുതലാണ്. യെസ് ഗായ്സ്, അങ്ങനെ നമ്മള് പെറീസ ബീച്ചിലെത്തി. ബ്ലാക്ക് സാൻഡ് ബീച്ച് തന്നെയാണ്. ഇവിടുത്തെ കളർ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ഇല്ലേ, ആ കളറാണ് കേട്ടോ. നമ്മൾ മറ്റോടത്തൊക്കെ കൊണ്ടത് ഡാർക്ക് ബ്ലൂ അല്ലായിരുന്നേ. പക്ഷെ ഇവിടെ ലൈറ്റ് ബ്ലൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം കേട്ടോ.
പറഞ്ഞോ. യെസ് ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയ പെറ്റാണ് പറ്റിയത്. ഞങ്ങള് അവിടെ ഈ ഒരു ഹോട്ടൽ എടുക്കണതിന്റെ 4-5 ഇരട്ടി കൊടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തത്. പക്ഷെ ഞാൻ പറയാലോ, ഇത് എൻ്റെ സങ്കല്പങ്ങളിലേക്കാളൊക്കെ ഭയങ്കര അടിപൊളിയായി. എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്ക് സാന്റോറിനിയിലേക്ക് വീണ്ടും വരണം എന്ന് തോന്നിയ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് നേരെ കാണുമ്പോൾ കാണാം, അവിടെ ബീച്ചാണ്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഷെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ പൂളുണ്ട്. റൂം നോക്ക്, വെരി നീറ്റ് ആൻഡ് വെരി ക്ലീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റൂം ടൂർ കാണിക്കാം. യെസ്, നിങ്ങൾക്ക് ഈ ഹോട്ടലിലെ പേര് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം. കാരണം ഞാൻ എങ്ങനെ പ്രൊമോഷന് വേണ്ടി പറയണതല്ല കേട്ടോ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റൂം. ഇവിടെ എത്തിയപ്പോ ശരിക്കും ഞങ്ങള് റിലാക്സ്ഡ് ആയ പോലെ. ഞാൻ ഇനി കുറച്ചും കൂടി സ്ഥലങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന്. പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, ഇനി നമ്മൾ എവിടേക്കും പോകുന്നില്ല, ഇന്ന് ഫുൾ ഡേ ഇവിടെ തന്നെ ഇരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മളിവിടെ ടാനൊക്കെ അടിച്ച് മുഖമൊക്കെ നല്ല രസമുണ്ട്. സീനുണ്ട്. ഞാൻ എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്താലെന്ന് വിചാരിക്കാം. എനിക്കിത് കാണുമ്പോ എനിക്കൊരു ബീച്ച് വെയർ പോലെ തോന്നില്ല. മുത്ത് കറക്റ്റായി കണ്ട അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓ എന്റെ പൊന്നെ, എന്റെ തൊപ്പി അവിടെ, എന്റെ തൊപ്പി ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടു ഗൈസ്. എനിക്ക് മറ്റേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഭംഗി തോന്നിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇതന്നെ ഇട്ടു. എന്നിട്ട് നമുക്ക് ഇനി പുറത്തേക്ക് പോകാം. ഇതാണ് ഞാൻ കട്ടക്കിരാശ്ശേരി. ആക്ച്വലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ റിലാക്സ് ചെയ്യണം, അധികം ക്രൗഡൊന്നും വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ടെറീസ ബീച്ച്. നിങ്ങൾ എന്തായാലും വന്നിരിക്കണം. സാന്റോറിനിയിൽ വരുന്നവർ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ടെറീസ. ആരുമില്ല എന്ന് ചിക്കൻ സീസൺ അധികം ഇല്ലാത്ത കാലം കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും അധികം നമ്മൾ അവിടെ പോയി അത്രയും തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ബീച്ചിൽ കളിക്കാം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരുവിധം എല്ലാത്തിനും ഒരു കോമൺ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കും. അപ്പോൾ കോമൺ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാം. അങ്ങനെ ഒരു എന്താ പറയുക, എനിക്ക് ഈ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് വീണ്ടും നമ്മുടെ എന്താ പറയുക സാന്റോറിനിയിലേക്ക് വരണം എന്ന് തോന്നിയത് എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ഇവനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോവില്ല, ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത്ര അടിപൊളി സ്ഥലം. ഞാൻ ഇനി കടലിലും കാലത്തെത്തിയിട്ട് വരാം. അങ്ങോട്ട് നടന്നിട്ട് മതിട്ടാ. പറയണ്ടേ? അങ്ങനെ ഞാൻ സാന്റോറിനിയുടെ കടലിൽ ആദ്യമായി കാല് ചവിട്ടാൻ പോവുകയാണ്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഫ്രീസല്ല, പക്ഷെ എന്നാലും വെള്ളത്തിന് തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. മെറ്റൽ നല്ല ചൂട്, മെറ്റലല്ല മണല് നല്ല ചൂടായി കിടക്കുന്നു. രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മള് മിസ് ചെയ്ത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്കായിരുന്നു നമ്മള് വെള്ളം കുറെ നാളുകൾക്ക് ശേഷം എന്തായാലും ഞാൻ ഇനിയും വരും സാന്റോറിനിയിലേക്ക്. ഈ ഒരു കടൽ തീരത്തിൽ മറ്റേ സൈഡ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവായിരിക്കും കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു സൈഡാണ് അല്ലേ മുട്ടേ? ഭയങ്കര വെയിലില്ല, അത്യാവശ്യം വെയിലില്ലാതെ പറഞ്ഞു. പക്ഷെ എന്നാലും നല്ല കാറ്റുണ്ട്, ക്ഷീണിപ്പിക്കുന്നില്ലേ നമ്മളെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തൊപ്പി പോയി. വേഗം എടുത്തോ
ഇത് പിടിക്ക്. നിലത്തിട്ട് ചെരുപ്പ്. ആ അയ്യോ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് എന്തായാലും തൊപ്പി വേണോ? അല്ലെങ്കിൽ ഞാൻ കറക്കാന്നല്ല ആകെ തേനടിച്ച് എന്റെ പുകത്തെ എനിക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വെയിലത്തിട്ട് ഉണക്കാൻ പെട്ടെന്ന് ഉണങ്ങുമായിരിക്കും. ഞങ്ങൾ അവിടെ വരെ നടന്നിട്ട് പോവാം. ഞങ്ങളങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് ഈ ഒരു കഫേ കണ്ടത്. അടിപൊളി കഫേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി, അല്ല ഒന്നും നമുക്ക് വേറെ പറയാനില്ല. കാരണം സാന്റോറിനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു കഫേ ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. അല്ലെങ്കിൽ ഫുള്ളും വൈറ്റും അതേപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിലാണല്ലോ നമ്മൾ ഫുള്ളും കണ്ടിരുന്നത് ഇത്ര കാലം. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗി. പുറത്തുകൂടെ പോകുന്ന ഒരാൾക്ക് ഇതിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊന്നും നോക്കിയില്ല, ചാടി ഓടി ഇതിനുള്ളിൽ കയറി. എന്താ കിട്ടുക എന്നൊന്നും ഞങ്ങൾ ചെക്കേ ചെയ്തില്ല. ജസ്റ്റ് ഇതിനുള്ളിൽ കയറി മെനു നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം സാധനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഗോവൻ സ്റ്റൈലൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഗോവയിൽ പോയിട്ടില്ല, വീഡിയോസ് കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ ഫുള്ള് ഊഞ്ഞാലുകളും ഇരിക്കാനുള്ള ചെയേഴ്സും കാര്യങ്ങളും, സംതിങ് ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ അത് പിടിച്ചതല്ലേ, ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നതാ. പക്ഷെ ബൊമ്മ യെസ് ഗൈസ്, തിക്കാൽ ആൻഡ് വർക്കല. ഇത് രണ്ടും സ്മൂത്തീസാണ്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിയുകയും ചെയ്തു, എന്നാൽ ലഞ്ച് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇത് മാത്രം പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ നമ്മൾ അത് വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഹോട്ടലിൽ തന്നെ ഒരു പൂളുണ്ട് പറഞ്ഞില്ലേ. തൊപ്പിയൊന്ന് പോക്കണം. നല്ല വെയിലുണ്ട് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള പൂളാണിത്. അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ കിടക്കാനായിട്ടുള്ള ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്കിപ്പോൾ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള നമ്മുടെ വണ്ടി വരും. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ജാക്കറ്റ് എടുത്ത് വയ്ക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കണം. കാരണം ചിലപ്പോൾ ബീച്ചിലേക്ക് പോകുമ്പോൾ തണുപ്പ് കൂടുമെന്നൊരു സംശയമുണ്ട്. പക്ഷെ ഇവിടെ മണലും ഇതൊക്കെ ചൂടായിട്ടാണ് കിടക്കണത്. നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ചെന്ന് തണുത്താലോ. രാത്രിയൊക്കെ അല്ലേ നമ്മൾ. ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത് എന്താ കാറ്റമറിനിലെ ഒരു സ്പെഷ്യൽ കാര്യമാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. യെസ്, റൊമാൻറ്റിക് കാറ്റമറിയൻ ക്രൂയിസ് ഇൻ സാന്റോറിനി വിത്ത് ഡയമണ്ട് ഡിന്നറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഡിന്നറുണ്ട്. അതിനുള്ളതൊക്കെ ഡിന്നറും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സൺസെറ്റ് കണ്ടതൊക്കെ കാണാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. നമുക്ക് റൂമിൽ പോയിട്ട് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കാം. അവർ വരുമ്പോഴേക്കും നമുക്ക് പുറത്തിറങ്ങി നിൽക്കണം. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇയലിക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരണൊരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 യാത്രയാണ്. എന്നെ കാണുന്നുണ്ടോ മുത്തേ? 1.5 യാത്രയായിരുന്നു. ഒരു ഇറക്കമായിരുന്നു. അത് ബാക്ക് വെച്ചിട്ട് അവർ കൊണ്ടുവന്നേ. അവസാനം ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവരവിടെ നിർത്തി. അപ്പോൾ അതാ ഇവിടെ ചെന്നു. ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. കുറേ ബോട്ടും കാര്യങ്ങളും കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മളെന്നാലും ഒരു ചെറിയൊരു അന്തരീക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അന്തരീക്ഷമുണ്ട്. കാരണം ഇവിടുത്തെ മണ്ണിന് ഉറപ്പില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പോരും. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ നെറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. സീ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അറിയില്ല എന്താവും എന്നുള്ളത്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇന്ന് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളോട് ബ്ലൂ കളർ എന്നാ പറഞ്ഞ, ബ്ലൂ കളർ വരുമ്പോഴാണ് നമ്മളോട് കയറാൻ പറഞ്ഞേക്കണം. അപ്പം ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്.
നമ്മുടെ റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, അപ്പോൾ ഒരു ബോട്ട് വന്ന് നിൽക്കും, അപ്പോൾ തന്നെ ആൾക്കാരെ കയറ്റും, അപ്പോൾ തന്നെ അത് എടുക്കും, അടുത്ത ബോട്ട് വരും, അങ്ങനെ ഒരു ക്യൂ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 16 പേരാണ് ഈ ബോട്ടിലുള്ളത്. അപ്പോൾ ബോട്ട് വന്ന് നിന്നപ്പോഴേക്കും അതിങ്ങനെ ക്യൂവിൽ നിന്നപ്പോഴേക്കും ഞങ്ങളോട് ഇങ്ങനെ കയറി നിൽക്കാൻ പറഞ്ഞു. നമ്മുടെ ബോട്ട് ഏതാണെന്ന് മനസ്സിലാവണേക്കാളും മുമ്പ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റിയത് കാരണം കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോട്ടിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അപ്പാപ്പനും അമ്മാമയും ടെക്സാസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവരുടെ 40ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുകയാണ് 10 ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യെസ്, ഞങ്ങളുടെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ഫിറയിലെ ആ ഒരു കുറേ വീടുകളുള്ള സ്ഥലമല്ലേ, അതിന് നമ്മൾ അടിഭാഗത്ത് നിന്ന് കാണുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഫിറ അടിയിൽ നിന്ന് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നിറച്ച വീടുകൾ പോലെ തോന്നും, പക്ഷേ അടിഭാഗത്ത് കണ്ടങ്ങനെ എന്താ പറയുക, മണ്ണിന് ഒട്ടും ബലമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വോൾക്കാനോ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഒരു സ്പെഷ്യൽ ബോട്ട് യാത്രയാണ് ഇത്. അത് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നവരെല്ലാവരും പോകണം. കുറച്ച് ക്യാഷ് കൂടുതലാണെന്ന് വെച്ചാൽ അത്രയും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 100 to 150 യൂറോൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ റൈഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ യാത്ര ആസ്വദിക്കാം. ഈ ബോട്ടിൽ ഫുൾ ടൈം മ്യൂസിക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ കാരണം കൊണ്ടാണ് ഞാൻ കൂടുതലും ഡബ് ചെയ്യണേ. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വോൾക്കാനോയുടെ അടുത്തേക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറില്ല. പക്ഷേ ഇതിപ്പോൾ ആക്റ്റീവ് അല്ല എന്നാണ് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നത്. അതായത് നമുക്ക് ഈ ബോട്ടിലൊരു ഗൈഡ് ഉണ്ടായിരിക്കും, ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ പോകുന്ന അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ കളറല്ല ഇപ്പോൾ ഇവിടെയുള്ള മണ്ണിൻ്റെ കളറ്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സീയുടെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടുതലും ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അത് കൂടുതൽ സൾഫേറ്റ് ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഈ കളർ. യെസ് ഗായ്സ്, അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം സ്വിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിർത്തി തന്നിട്ടുണ്ട്. ഇവിടെ സൾഫേറ്റ് ഉള്ള വാട്ടറാണ്. അത് കാരണം കൊണ്ട് തന്നെ ആസ്മ, പിന്നെ ഹാർട്ട് പേഷ്യൻസ്, പ്രഗ്നൻസി ഇവരുള്ളവരൊന്നും ഇതിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾക്ക് കുളിക്കുന്നതൊക്കെ 30 മിനിറ്റ്സ് കുളിക്കുന്നത് സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാന്നാണ് വിചാരിക്കണത്. ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് കാല് നനച്ചിട്ട് വരാം. നമുക്ക് സ്വിമ്മിങ് അറിയാത്ത കാരണം കൊണ്ട് വെള്ളത്തിൽ കിടന്ന് കാലിട്ടടിക്കാം എന്ന് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ബോട്ട് നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഏകദേശം 30 മീറ്റർ താഴ്ചയുണ്ട്. ബോട്ട് നിർത്തിയ പാടെ കുറേ പേരെടുത്ത് ചാടി. അപ്പോൾ നമുക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളത് ചാടിയില്ല. പിന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കുളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾക്ക് അവർ ഇങ്ങനെ ഷവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ കൈയും കാലൊക്കെ കഴുകും. കാരണം ഇങ്ങനെ സൾഫേറ്റ് നമ്മുടെ മേത്തിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പം ഞാൻ കാലിട്ട് അടിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും അവരെൻ്റെ കാലൊക്കെ കഴുകിയൊക്കെ തന്നു കിട്ടും. സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോഴേക്കും അവർ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഡ്രിങ്ക്സ് നമുക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വരേക്കാളും മുമ്പ് ഞങ്ങൾ പോവാത്തവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സൺസെറ്റിൻ്റെ നേരെ ആവാറായി തുടങ്ങിയപ്പോഴേക്കും കാറ്റങ്ങ് കൂടി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സുകൾക്കൊക്കെ ഓരോ ലെയറൊക്കെ കൂടി വന്നു തുടങ്ങി. നമ്മൾ ജാക്കറ്റും ഇതൊക്കെ എടുത്തത് വളരെയധികം നന്നായി എന്നേ പറയാനായിട്ടുള്ളൂ. ഇനി ഈ ബോട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകും, അവിടെ കുറച്ച് നേരം നിർത്തിയിടും. അപ്പോൾ സ്വിം ചെയ്യേണ്ടവർക്ക് സ്വിം ചെയ്യാം. പലതരം വെള്ളമാണല്ലോ, അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ സ്വിം ചെയ്യാം, കാണാം, ഇരിക്കാം, നടക്കാം. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. തൊപ്പി വേണം മോളെ, തൊപ്പി പോവും മിക്കവാറും. കാറ്റ് വരുന്നുണ്ട് കേട്ടാ, കാറ്റ് വരുന്നില്ലേ?
ഞാൻ കാലിട്ടടിക്കുന്നത് കണ്ടപ്പോൾ അവിടെയുള്ളവർ പറയായിരുന്നു ചാടിക്കോ എന്ന്. അപ്പം ഞാൻ പറയണു നോ എനിക്ക് ചാടാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ളത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ യന്ത്രങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ഡെക്കിലേക്ക് കയറി. അതിന് മുത്തുണ്ണി അവരോട് ഭയങ്കരമായിട്ട് സംസാരിച്ച് ഇതെങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടണ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവിടേക്കാണ് വന്നിരിക്കുന്നത്. വേണ്ട, നമുക്ക് ഇവിടേക്ക് കയറി ഇരിക്കാം, ഇവിടെ ഇരുന്ന് കാണാം എങ്ങനെയാണ് വണ്ടി പോകുന്നത് എന്നുള്ളതൊക്കെ. തണുത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ, ആ കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്, വെയിൽ പോയി, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തണുപ്പ് വരുന്നുണ്ട്. ആ 2 പേരെ കണ്ടോ, നമ്മളെ ബോട്ടിൽ നിന്ന് പോയവരാണ്. അവർ ഏകദേശം 7-8 കിലോമീറ്ററോളം നീന്തിയിട്ടാണ് വരുന്നത്. നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ബാർബിക്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട് എന്തോ വെജിറ്റബിൾസ് എന്തോ ഗ്രില്ല് ചെയ്യുകയാണ്. പിന്നെ നമ്മൾക്ക് ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാന്ന് പറയല്ല, കുറേ പേര് വീണ്ടും എടുത്ത് ചാടിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഈ ബോട്ടിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്നോർക്കിളിങ് ചെയ്യണവർക്ക് അത് ചെയ്യാം. പിന്നെ അത്യാവശ്യം നീന്താൻ അറിയുന്നവർക്ക് നീന്താനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ ഞാൻ ചെറുതായിട്ട് ഈ ബോട്ടിൻ്റെ ഒരു ടൂർ കാണിച്ചു തരാം. ഇത് ഏകദേശം ഒരു ലിവിങ് റൂമിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് വാഷ്റൂമും ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ ഇരിക്കാനായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട്. ഇത് താഴോട്ട് ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഷ്റൂമും ബെഡ്റൂമും ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മുകളിലത്തെ ഡെക്കിലായിട്ടാണ് ക്യാപ്റ്റൻ്റെ സ്ഥലം വരുന്നത്. പിന്നെ അതാ നമുക്ക് നീന്തിയാലും കയറി വരാനായിട്ട് എളുപ്പത്തിനുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വലിഞ്ഞ് കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇരിക്കാറുള്ളത് എപ്പോഴും ഫ്രണ്ടിലായിരുന്നു. അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ കണ്ട് നമുക്കിങ്ങനെ ഫ്രണ്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ഇരുന്നത്. നമുക്ക് ബാർബിക്യൂ കൂടാതെ ഉണ്ടായിരുന്ന ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഇത് കൂടാതെ നമുക്ക് പ്രോൺസിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. അതേപോലെ ഫിഷിൻ്റെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ സീ ഫുഡാണ് കൂടുതലല്ലോ, അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബാർബിക്യൂൻ്റെ കൂടെ. പിന്നെ ഡ്രിങ്ക്സ് പറയണ്ട, അൺലിമിറ്റഡ് ആണ്. ഏത് വേണമെങ്കിലും എത്രത്തോളം വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ടൂറിസ്റ്റ് ആണല്ലോ ഇവരെ മെയിൻ, അത് കാരണം കൊണ്ടായിരിക്കാം. അതിനുശേഷം നമ്മൾക്ക് കിട്ടിയത് ഗ്രീക്ക് യോഗട്ടിൻ്റെ ഒപ്പം ഒരു എന്താ പറയുക ബെറീസൊക്കെ ഇട്ടിട്ട് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് അടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സ്ഥലത്തിലേക്ക് തന്നെ ചെന്നു. കാരണം നമുക്ക് സൺസെറ്റ് കാണണമല്ലോ. അപ്പം നമുക്ക് തണുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർ നമുക്ക് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ടുള്ള എല്ലാ ബോട്ടുകളും ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അവരോടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൺസെറ്റ് ഇപ്പോൾ കാണാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ എന്നാലും സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം സൺ ആകെ മൂടിപ്പോയി. നമ്മളുടെ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റിയില്ല. എന്നാലും അവർ കുറേ നേരം നിന്ന് നമുക്ക് കാണാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ നടന്നില്ല. അങ്ങനെ അതാ രാത്രി നമ്മുടെ ഇറക്കി വിടാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം നല്ല ക്യൂ ആയ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, കുറച്ച് സ്പീഡ് ബോട്ടുകൾ കൊണ്ടുവന്ന് നമ്മളെ അതിലേക്ക് കയറ്റിയിട്ട് അതിൽ നമ്മളെ ആ സ്പോട്ടിലേക്ക് കൊണ്ടുവന്ന് വിടാം എന്നാണ് അവർ പറഞ്ഞത്. അത് എന്തായാലും നന്നായിട്ടോ. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ക്യൂ എന്ന് പറഞ്ഞൊരു 1.5 ക്യൂ ആയിരുന്നു. കാരണം നമ്മൾ ആ കണ്ട ബോട്ടിലുള്ള എല്ലാവരും അവിടെ ഇറക്കണം. അപ്പോൾ ഇതൊരു നല്ല ഓപ്ഷനായിരുന്നു കേട്ടോ. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി നമ്മുടെ ഇന്നത്തെ റൈഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് അത് നമ്മൾ ഇന്ന് തിരിച്ച് വീണ്ടും നമ്മൾ സ്വന്തം ആംസ്റ്റർഡാമിലേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാല്ലേ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾക്ക് ഒരു 9:30 കൂടി എയർപോർട്ടിൽ എത്തണം. അത് ഞാനൊരു മണ്ടത്തരം കാണിച്ചതാണ്. ഞാൻ നമ്മുടെ അവിടുത്തെ പോലെ ഞാനൊരു ഫ്ലൈറ്റിനേക്കാൾ ഒരു 3 മണിക്കൂർ മുൻപേ കൂട്ടി അവിടെ എത്താമെന്നുള്ള രീതിയിൽ വിചാരിച്ചു. പക്ഷേങ്കിൽ ഇപ്പോൾ വലിയ തിരക്കില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് എയർപോർട്ടിൽ അത്ര നേരത്തെ ഒന്നും പോകേണ്ട ചെറിയ എയർപോർട്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും ഒരു മണ്ടത്തരം കാണിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സ്കൂട്ടി 9:30 തിരിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ അവിടെ 9:30 എത്തണമല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങും. ബാക്കിയുള്ള സമയം നമ്മൾ മിക്കവാറും എയർപോർട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ. എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ നിന്നൊരു കോഫി ആൻഡ് 1 സാൻഡ്വിച്ച് ആൻഡ്
സ്പിനാച്ചിൻ്റെ ഒരു സംഭവം കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി നിൽക്കണം. നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ അവിടെ നിന്നല്ലേ കഴിച്ചുള്ളൂ, പിന്നെ എന്തിനും ഇവിടെ വന്ന് വീണ്ടും കഴിക്കണേന്ന്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ സ്കൂട്ടി റിട്ടേൺ ചെയ്തു. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. സാന്റോറിനി റെന്റൽസിൽ നിന്നല്ല നമ്മളെടുത്ത അങ്ങനത്തെ ആ ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മളെടുത്തത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രൊമോഷനല്ല, ഞങ്ങൾ അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെന്താ, ഇപ്പം ഞങ്ങൾ എയർപോർട്ടിലാണ് ഇരിക്കണത്. വളരെ ചെറിയൊരു എയർപോർട്ടാണ്. ബാഗ് കൊടുക്കാനായിട്ടുള്ള, അതായത് നമ്മുടെ ബാഗേജ് കൊടുക്കാനായിട്ടുള്ളത് ഒരു സ്ഥലത്ത്, അതിൻ്റെ അപ്പുറത്ത് തന്നെ സെക്യൂരിറ്റി ചെക്ക് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്ക് ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റിയില്ല. അങ്ങോട്ട് തിരിച്ചിട്ടിടുന്നുണ്ടെങ്കിൽ അപ്പം സെക്യൂരിറ്റി ചെക്ക് ആവും അവിടെ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പതിയെ സെക്യൂരിറ്റി ചെക്കിന് പോകുന്നതായിരിക്കും. നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറിയിട്ടോ. അപ്പോൾ ഇനി ആംസ്റ്റർഡാമിലെ വ്ളോഗുകളായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.